ചേച്ചിനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ. ഈ ചേച്ചി ഒരു യൂട്യൂബറാണ്. ഞാൻ വന്നതെന്ന് വെച്ചാൽ ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത്. എന്റെ ഫാമിലി വിഷമിപ്പിക്കാനും എന്നെ വിഷമിപ്പിക്കാനും എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തിയത്. കേസ് കൊടുത്താലൊന്നും അവർക്ക് പേടിയില്ല എന്ന് എന്റെ അടുത്ത്. ഹായ് ഗൈസ്, അധികം ആർഭാട വർത്തമാനത്തിലോട്ടൊന്നും പോവാണ്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ജസ്ന സലീം ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 1, 2, 3 വീഡിയോയെ ജസ്ന സലീമുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് പുള്ളിക്കാരി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായതുകൊണ്ട് തന്നെ അതിനൊരു സ്പേസ് കൊടുക്കേണ്ട എന്ന രീതിയിലാണ് ജസ്ന സലീമിൻ്റെ ടോപ്പിക്ക് ഞാൻ അധികം ചെയ്യാണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സാധനം കണ്ട സമയത്ത് ഒരിക്കലും സംസാരിക്കാതിരിക്കാൻ തോന്നാത്തത് കൊണ്ട് മാത്രം ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാനൊരു വീഡിയോ ചെയ്ത് പോയി കഴിഞ്ഞ് അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നില്ല, ഇതേ ഔട്ട്ഫിറ്റിൽ വന്ന് ഇതും കൂടെ ചെയ്യാമെന്ന് കരുതി. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും റിയാക്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞൊരു സാധനമാണ്. എന്നാലും നമ്മുടെ ചാനലിൽ കൂടെ നമ്മുടെ അഭിപ്രായം കൂടെ പറയണമല്ലോ. ആദ്യം ഞാൻ പറയുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ എന്താണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് വേഗം വരാം. ഇതിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ. ഈ ചേച്ചി ഒരു യൂട്യൂബറാണ്. ഞാൻ വന്നതെന്ന് വെച്ചാൽ ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത്. എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. അപ്പോൾ ചേച്ചിയുടെ നാട്ടിലെവിടെയും ഈ അബോർഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ വന്നത്. ഇതാണ് വീഡിയോ. അത്യാവശ്യം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, ചർച്ച ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്മൃതി, ഇതാണ് ആൾ അത്യാവശ്യം 1 lakh above സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബറാണ്. ആളും ഏകദേശം റിയാക്ഷൻ വീഡിയോ ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ആളുടെ ചാനലിൽ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളും ആൾ വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല ഒരു റിയാക്ഷൻ വീഡിയോ ആണിത്. ആരെയും അങ്ങനെ മോശമാവുന്ന രീതിയിൽ ചെയ്ത പോലെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ്. അപ്പോൾ ഈ സ്മൃതി എന്ന് പറയുന്ന ആൾ ജസ്ന സലീമുമായി ബന്ധപ്പെട്ടിട്ട് ആളുടെ ചാനലിൽ 2, 3, 4 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ആളുമായി റിലേറ്റ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ ദേഷ്യം വരും. ആ ദേഷ്യത്തിൻ്റെ ഭാഗമായി ജസ്ന സലീം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ് എന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. ജസ്ന സലീം ആളുടെ ചാനലിൽ വന്ന് പബ്ലിക്കായിട്ട് പറയുകയാണ് ഈ സ്മൃതി എന്ന് പറയുന്ന ലേഡി ഈ കൊയിലാണ്ടി ഏരിയയിൽ വന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അബോർഷൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ സ്മൃതി വളരെ ഡയറക്റ്റായി വന്നിട്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല, ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സോക്കോൾഡ് എല്ലാ യൂട്യൂബേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, സ്മൃതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്ന സലീം ഇട്ട വീഡിയോ ലാസ്റ്റ് കേസായി. ജസ്ന സലീം ആ വീഡിയോ ഡിലീറ്റ് ചെയ്തൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം എന്തൊക്കെയൊക്കെയോ വന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇതാണ് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ആദ്യം തന്നെ എന്തിനാണ് ഇല്ലാത്തൊരു അപവാദം ഒരാളെക്കുറിച്ച് പറയുന്നത്? ഇപ്പോൾ മേ ബി ജസ്നേൻ്റെ ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്തതുകൊണ്ടാണല്ലോ പറയും. ജസ്നേൻ്റെ ടോപ്പിക്കിൽ ജസ്നേനെ വളരെ മോശം കെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ പെർട്ടിക്കുലർ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആൾ വളരെ വ്യക്തമായി താങ്കൾ ചെയ്ത് കൂട്ടുന്ന, താങ്കൾ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടീനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇമാതിരി അപവാദങ്ങൾ പറയുന്നത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ജസ്ന സലീമിനും ഒരു കുട്ടിയുള്ളതാണ്, ഒരു പെൺകുട്ടിയുള്ളതാണ്. അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ സഹിക്കാൻ പറ്റുമോ? ഇത് വളരെ എന്ന് വെച്ചാൽ വളരെയധികം മോശം കെട്ട രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ജസ്ന സലീമിൻ്റെ സൈഡിൽ വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഇവർ ഇപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണമെങ്കിലൊക്കെ പറഞ്ഞെങ്കിലും ജസ്ന സലീം തീരെ തയ്യാറായിട്ടില്ല. ആ വീഡിയോ ഡിലീറ്റ് ചെയ്തെങ്കിലും രണ്ടാമത് ഒരു വീഡിയോ ആയിട്ട് ജസ്ന വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ആ കുട്ടി ഇന്നലെ തൊട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കാം. എൻ്റെ അടുത്ത് തെളിവുകളുണ്ട്. അപ്പോൾ ഇന്നലെ തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ ഇന്ന് രാവിലെ തൊട്ട് എന്നെ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കോൾ റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യുകയും കൂടെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം, ഇല്ലെങ്കിൽ വർഗീയവാദിയാക്കിയിട്ട് എന്നെ മുദ്ര കുത്താൻ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ ആ കുട്ടി ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് ആ കുട്ടീനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ ആ കുട്ടി ശ്രമിക്കുന്നു. ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഫസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യണം, മാപ്പ് പറയണം. മാപ്പ് പറയണം എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിച്ചത്
ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് വിശ്വസിച്ച 1-2 ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണയിൽ ഞാൻ പെടരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കും അവർ പറയുന്നത് ഇങ്ങനൊരു കാര്യമല്ല എന്ന് പറയണം. പക്ഷെ നിങ്ങളതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് വേറെ രീതിയിലാണ്. നമുക്ക് അവളുടെ വീഡിയോ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെയുള്ള രീതിയിലാണ് നിങ്ങൾ വളച്ചൊടിക്കുന്നത്. ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ ആ കുട്ടിക്കോ ആ കുട്ടിയുടെ വീട്ടുകാർക്കും നല്ല അസലായിട്ട് അറിയാം. അപ്പോൾ പിന്നെ ഈ കുട്ടി എന്തിനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്നുണ്ട്. നീ എന്നെക്കുറിച്ച് ഞാൻ അന്ന് തൊട്ടിട്ട് നീ എന്നെക്കുറിച്ച് വേണ്ടാതീരം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ, അത് നീ റിമൂവ് ചെയ്താൽ ഞാനിത് റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചു പറയുന്നത് അത് ഇതിലാണ് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ആക്ച്വൽ സ്വഭാവം ഞാൻ കാണുന്നത്. ജസ്ന സലീം വളരെ ഫാക്ച്വലായിട്ട് ഇട്ട ഒരു വീഡിയോ ആണിതെങ്കിൽ ജസ്ന സലീം ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ വില്ലിങ് ആവില്ല. പക്ഷെ ഇവിടെ പറഞ്ഞ കാര്യം എന്താ, നീ എന്നെ കുറിച്ചിട്ട വീഡിയോ മുഴുവൻ നീ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ കുറിച്ചിട്ടുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യാം. ഒരു വാശിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഒക്കെ പുറത്ത് ഇമാതിരി തരം താന്ന ലെവലിലോട്ടൊക്കെ വരാൻ സാധിച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ആ കൊച്ചു പറയുന്നത് അത് അവൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാൽ നീ റിമൂവ് ചെയ്യണ്ട, അങ്ങനെ തന്നെ പോകട്ടെ, അവൾ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. കാരണം ഈ നിയമം എന്ന് പറയുന്നതൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കല്ലോ. ആ കൊച്ചു കൊയിലാണ്ടി വന്നിട്ടുണ്ടോന്നും ഇങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോന്നും. വേറൊരു കാര്യം പറയട്ടെ, ഈ കുട്ടീനെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട്, മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വന്ന ഞാൻ ഇങ്ങനെ ഗൈനക്കിനെ കാണിക്കുന്ന ഇവളെ കണ്ടു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ തരാം. ഞാൻ റിസപ്ഷനിൽ ഷീറ്റ് എടുക്കാൻ പോകുന്ന സമയത്താണ് എൻ്റെ മുമ്പിൽ ഒരു പയ്യൻ, സുധീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യന് ഈ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷീറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ പേര് മാറ്റിയാണ് അവർ പറഞ്ഞത്. അപ്പോൾ മാറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഹസ്ബൻഡ് നെയിം കൊടുത്തത് സുധീഷ് എന്ന് പറഞ്ഞിട്ട്, സുധീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ കൂടെയാണ് ഇവൻ വന്നത്. ഇനി അവൻ്റെ പേര് കറക്റ്റ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അവൻ ഷീറ്റ് എടുത്ത് വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കൊച്ചിനെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്നപ്പോൾ എനിക്ക് തോന്നിയത് യൂട്യൂബർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് യഥാർത്ഥത്തിൽ എനിക്കറിയാം. ഇവിടുന്ന് പയ്യൻ ഈ വീഡിയോ ഫുള്ള് കാണിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ജസ്ന പറയുന്നതിൽ ശരിയുണ്ടോ തെറ്റുള്ളോ എന്നുള്ളത് കാലം തെളിയിക്കും. കാരണം ആ കുട്ടി എന്തായാലും സൈബർ സെൽ ലെവൽ കേസിൽ പോയിട്ടുണ്ട്. കേസായിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. കൊയിലാണ്ടി ഏതാ ഹോസ്പിറ്റലിൻ്റെ പേര് പറയേണ്ടി വരും, ഹോസ്പിറ്റൽ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഇനി ഫേക്ക് നെയിം ആണെങ്കിലും അവിടുത്തെ CCTV ഫുട്ടേജ് കാര്യങ്ങളുടെ ഒക്കെ ഫ്രണ്ടിലോട്ട് തെളിവിലോട്ട് പോവാണ്. ഇനി ഇത് ശരിയാണെങ്കിൽ ഓക്കെ ഫൈൻ. ഇത് തെറ്റാണെങ്കിൽ ജസ്നയുടെ ഒരു മെൻറ്റാലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആളുടെ ഒരു മൈൻഡ് ആലോചിച്ച് നോക്ക്. ഓപ്പോസിറ്റുള്ള വ്യക്തിയോട് തോന്നുന്ന ശത്രുതേൻ്റെ പുറത്ത് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരു സ്ത്രീയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ വരയ്ക്കുന്ന കൃഷ്ണൻ്റെ പടം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ വായിൽ നിന്ന് ഇമാതിരി ഒരു കാര്യം വരുന്നുള്ളത് അത്രയും ഡേർട്ടി മൈൻഡുള്ള ഒരു ലേഡിയാണെന്ന് പറയണം. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ ഈ സൊസൈറ്റിയിൽ വന്ന് എന്തായാലും 100% തെളിഞ്ഞേ പറ്റും. കാരണം ഒരിക്കലും ഇമാതിരി വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. എന്തൊക്കെ പറയാം അവളെക്കുറിച്ചുള്ള വീഡിയോ എടുക്കാം, വീഡിയോൻ്റെ പീസ് എടുക്കാം, സംസാരിക്കുന്ന രീതി, റിയാക്ടിങ്, ബോഡി ഷേമിങ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യായിരുന്നു. പക്ഷെ ഇത് ഇച്ചിരി നല്ല ലെവലിൽ കൂടിപ്പോയി. ഒരിക്കലും ഒന്നാമതൊരു പെണ്ണായിട്ടുള്ള ജസ്ന സലീമിൻ്റെ സൈഡിൽ നിന്ന് ഈ രീതിയിലുള്ളൊരു ഇത് വന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലേ അപ്പോൾ ഇതിൻ്റെ പേര് യഥാർത്ഥത്തിൽ എനിക്കറിയാം. ഇവിടുന്ന് പയ്യൻ പറഞ്ഞ പേരല്ലല്ലോ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. അപ്പോഴാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഷീറ്റ് എടുത്ത് അപ്പോൾ ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയ സമയത്താണ് ഗൈനക്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചുറ്റിപ്പറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ചുളൂൽ അറിഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ അമ്മോ, ഓരോരുത്തർക്ക് ഓരോ കാര്യം സംസാരിക്കാനും കൺവിൻസ് ചെയ്യാനുള്ള ഒരു രീതി എന്തൊക്കെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അവാർഡ് കൊടുക്കേണ്ട ഒരു കാറ്റഗറി ഓഫ് അഭിനയവും സ്റ്റോറി മേക്കിങ്ങുമാണ്. ഇത് കേട്ടതിന് ശേഷം സ്മൃതി വളരെ വ്യക്തമായിട്ട് ആളുടെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കി നോക്കാം. കാരണം ഇത് എനിക്ക് കാണാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ട് ജസ്ന സലീം യൂട്യൂബ് ചാനലിൽ അടിച്ചാൽ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്റെ ഫാമിലി വിഷമിപ്പിക്കാനും എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തിയത്. കേസ് കൊടുത്താലൊന്നും അവൾക്ക് പേടിയില്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ആരുടെ അടുത്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പേടിയില്ല. ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ അവളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല. ഞാൻ അതിനെ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളെ കുറിച്ച് ചെയ്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം, നിങ്ങളും വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം. ഇവിടെ കുറച്ച് പേരെങ്കിലും കരുതും ഈ കുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കുട്ടി വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പറ്റി ഇത്രയും വലിയൊരു അലിഗേഷൻ കേൾക്കുമ്പം ഏതൊരാളാണെങ്കിലും ആദ്യം ഒന്ന് ഡൗൺ ആയി പോകും. അവർ ഓട്ടോമാറ്റിക്കലി അവർ മനസ്സുകൊണ്ട് കരുതുന്ന ഒരേ ഒരു കാര്യം, എങ്ങനെ ഈ വീഡിയോ എന്ത് ചെയ്യാം, കളയാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഈ വീഡിയോ മാറ്റാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഏതൊരു വ്യക്തിയും ചിന്തിക്കൂ. ഈ കുട്ടി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. ഈ കുട്ടിക്ക് ടെൻഷൻ കയറിയിട്ടുണ്ടാവും, ഭയങ്കര മെൻ്റൽ ഷോക്ക് വന്നിട്ടുണ്ടാവും.
അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടി എന്ത് ചെയ്തത്, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾ മീഡിയയിൽ വന്ന് ഓപ്പണപ്പായി പറയണം നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം നുണയാണ് എന്നുള്ളത്. പക്ഷേ ജസ്ന സലീം അതിന് വില്ലിങ് അല്ല. ജസ്ന സലീം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പോലീസുകാർ വരട്ടെ, സൈബർ സെല്ല് വരട്ടെ, കേസാവട്ടെ, എനിക്ക് ഒരു വിഷയമില്ല. ഒന്നെങ്കിൽ അവർ ചിലപ്പം പറയുന്നത് ശരിയാവാം, അല്ലെങ്കിൽ അവരുടെ തനി ഓവർ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഇമാതിരിയൊക്കെ കോൺഫിഡൻസ് ഉള്ള ഒരാളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട അലിഗേഷൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ. സോഷ്യൽ മീഡിയയിൽ ഒരു പൈസ കിട്ടുന്ന ഒരു സാധനമാണെന്ന് കരുതിയിട്ട് സ്വന്തം വിലയും സ്റ്റാൻഡേർഡും കളഞ്ഞിട്ട് തനി ഈ ലെവലിൽ നിന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ പക്ഷേ ഇതുപോലെ പറയണം, അതിനും അവള് തയ്യാറല്ല. അപ്പോൾ ഞാൻ അങ്ങനെ അവളെ പേടിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സത്യസന്ധതയാണ് അവിടെ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. ജസ്നയെ കുറിച്ച് ഇനിയും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുകയും ചെയ്യും. അപ്പൊ ഏതായാലും അവള് പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കേൾപ്പിച്ചു തരാം. കൊച്ചി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ആദ്യം നീ ഇന്നലെ മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യണ്ട, പ്രൈവറ്റ് ആക്കി വെച്ചോ. ബാക്കിയുള്ളതിന്റെയൊക്കെ തമ്പലൈന് മാറ്റിക്കോ. ഞാനിത് റിമൂവ് ചെയ്യും. അതിലപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ല. ഇനിയിപ്പം കുട്ടി പറഞ്ഞതുകൊണ്ട് മത തീവ്രവാദി ആക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി ശ്രമിച്ചു, നോ പ്രോബ്ലം. ഇനി കംപ്ലൈന്റ് ഇനിയിപ്പം കുട്ടി പറഞ്ഞിട്ടുണ്ടായി കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ, ഇവർ രണ്ടുപേരുടെ ഇടയിലുള്ള ചാറ്റാണ്. ജസ്റ്റ് വാസ് ലൈക്ക് കോൺഫിഡൻറ്റ് ദ ഹൈ ലെവൽ. എന്താ വെച്ചാൽ നീ കാണിച്ചോ, നമുക്ക് കാണിക്കാന്ന്. ആവശ്യമില്ലാതെ എടുത്തിട്ടതല്ല. ഒരുപാട് ഞാൻ പരാതി കൊടുത്തു. എന്നോട് സഹിതം പറഞ്ഞ് തിരിച്ചു പറയാൻ കൂടിയെന്നാണ്. അല്ലാതെ എനിക്ക് ഇതിന്നൊരു മോചനം വേണ്ടേ? ഡെയിലി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? വ്യാജ പ്രചാരണം നടത്തുമ്പോൾ അതിന്റെ വിഷമം എന്താന്നുള്ളത് അത് കുടുംബത്തിൽ അനുഭവിക്കുമ്പേ മനസ്സിലാവുള്ളൂ. ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ഇനി വേറൊന്നും കേൾക്കണ്ട. ജസ്നെ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, വ്യാജപ്രചാരണം നടത്തുമ്പം അത് ഞാൻ എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്നുള്ളത് നിങ്ങളും കൂടെ അനുഭവിക്കണം എന്ന് കരുതി. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഡയലോഗിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് ജസ്നത് ഉണ്ടാക്കി പറഞ്ഞൊരു കാര്യമാണ് എന്ന്. കേട്ടതനുസരിച്ച് ഈ കുട്ടീൻ്റെ വീട് എത്രയോ ദൂരെ എങ്ങാനുമാണ്. അവിടെ നിന്ന് ഈ കുട്ടി എങ്ങനെയാണ് ഈ കൊയിലാണ്ടിയൊക്കെ എത്തുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കൊള്ളാം ജസ്ന സലീം, കൊള്ളാം. നല്ലൊരു കൃഷ്ണഭക്തി തന്നെയാണ്. നമ്മളെ ഹിന്ദു മതത്തിൻ്റെ ദൈവത്തെ പിടിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഈ വേലകളും അതിനപ്പുറം നീ ചെയ്യുന്ന കുറേ കാര്യങ്ങളില്ലേ, അതൊരിക്കലും നല്ലതല്ല. നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. കൃഷ്ണനെ വരയ്ക്കുകയോ വിൽക്കുകയോ ഇനി കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ ഇമാതിരി ലോക്കൽ അവസ്ഥയിലോട്ട് എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി വെരി ബാഡ്. ഐ ഹാവ് ടു സേ ഇറ്റ്സ് വെരി വെരി ബാഡ്. സോ I don't know whether സ്മൃതി എൻ്റെ വീഡിയോ കാണുമെന്ന്. ഐ ഹാവ് ടു സേ വൺ തിങ് ടു സ്മൃതി. ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. എന്തായാലും സ്മൃതി ദി എൻഡ് വരെ പോയിട്ട് ഇതിനൊരു തീരുമാനമാക്കിയിട്ട് മാത്രമേ തിരിച്ച് റിട്ടേൺ വരാൻ പാടുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.